മുൻകാല ചരിത്രങ്ങളെയെല്ലാം തിരുത്തിക്കൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസ് തന്റെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങുന്നത്. മരണത്തിലും തന്റെ മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തനായി ഫ്രാൻസിസ് മാർപ്പാപ്പ മാറുകയാണ്. ലാളിത്യവും വ്യത്യസ്തമാർന്ന വീക്ഷണവും തന്റെ ജീവിതത്തിലുടനീളം പാലിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ശൂന്യതയിലേക്ക് മറയുമ്പോൾ ഒരു ചരിത്രത്തിനു കൂടിയാണ് വിരാമമാകുന്നത്. കത്തോലിക്ക സഭയുടെ 266ാമത്തെ പോപ്പായി ഫ്രാൻസിസ് മാർപ്പാപ്പ അവരോധിതനായപ്പോൾ സഭ അക്കാലമത്രയും കണ്ട മുൻകാല മാർപ്പാപ്പമാരിൽ നിന്നും വ്യത്യസ്തനായി മാറുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. യുദ്ധസമാന ലോക സാഹചര്യങ്ങളിലും ഫ്രാൻസിസ് മാർപ്പാപ്പ സമാധാനത്തിനായി ആഹ്വാനം ചെയ്തു. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചൂഷണത്തിന് വിധേയരായവരെയും പറ്റിയും നിരന്തരം മാർപ്പാപ്പ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവരെ ചേർത്ത് പിടിക്കണമെന്നും മാർപ്പാപ്പ പറഞ്ഞു. LGBTQ വിഭാഗത്തിന് നീതി നിഷേധിച്ചപ്പോൾ അവരും സമൂഹത്തിന്റെ ഭാഗമാണെന്നും ഒറ്റപ്പെടുത്താനാവില്ലെന്നും മാർപ്പാപ്പ നിലപാടെടുത്തു. ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെ അതിശക്തമായി പ്രതികരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ മുതലാളിത്തത്തിനും സാമ്രാജ്യത്വ ശക്തികൾക്കുമെതിരായി ശബ്ദമുയർത്തി. കത്തോലിക്ക പുരോഹിതരുടെ ലൈംഗിക പീഡനത്തിന് വിധേയരായവരോട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്ഷമാപണം ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തുന്നതായി മാറി. ഇങ്ങനെ സമൂഹത്തിന്റെ നാനാതുറകളിൽ പ്രകാശം ചൊരിയുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഏറ്റവും ഒടുവിൽ തന്റെ മരണത്തിൽ പോലും ഏറ്റവും ലളിതമായ ചടങ്ങുകൾ വേണമെന്നും സംസ്കാരം ഒറ്റമരപ്പെട്ടിയിലാകണമെന്നും മരണവിൽപ്പത്രം നൽകി ചരിത്രം മാറ്റിയെഴുതി ഫ്രാൻസിസ് മാർപ്പാപ്പ. ഒരു സമൂഹത്തെ തന്റെ നിലപാടുകൾ കൊണ്ട് അത്ഭുതപ്പെടുത്തിയ മനുഷ്യൻ അനശ്വരതയിൽ ഇനി ഓർമ്മയായി നിലകൊള്ളും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.